ഹായ് എവ്രി വൺ, ഇറ്റ്സ് മീ സാലിഹ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഫിസിക്സിലെ ചാപ്റ്റർ 1 ഫിസിക്കൽ വേൾഡിനെ കുറിച്ചാണ്. ഫിസിക്കൽ വേൾഡ് എന്ന ടേമിൽ തന്നെ അതിൻ്റെ മീനിങ് നമുക്ക് കാണാൻ പറ്റും. ഭൗതിക ലോകം. എന്താണ് ഭൗതിക ലോകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ചുറ്റും കാണുന്ന നാച്ചുറലി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വേൾഡിനെയാണ് നമ്മൾ ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്നത്. നമുക്ക് ചുറ്റും നാച്ചുറലി എക്സിസ്റ്റിംഗ് അല്ലാത്ത വേൾഡ് നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. അതായത് നോൺ നാച്ചുറൽ ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വേൾഡ് നമുക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യാം. അതിനെ വെർച്വൽ വേൾഡ് എന്നാണ് പറയുന്നത്. എന്നാൽ വെർച്വൽ വേൾഡിനെ കുറിച്ചുള്ള സ്റ്റഡി അല്ല ഫിസിക്സിൽ വരുന്നത്, ഫിസിക്കൽ വേൾഡിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ഫിസിക്സിൽ വരുന്നത്. വെർച്വൽ വേൾഡിലാണെങ്കിലും ഫിസിക്കൽ വേൾഡിലാണെങ്കിലും നമുക്ക് ആ വേൾഡിലെ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും, സീൻ ചെയ്യാൻ പറ്റും, ഒബ്സർവ് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റും. പിന്നെ ഫിസിക്കൽ വേൾഡിലാണെങ്കിൽ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റും. എന്നാൽ വെർച്വൽ വേൾഡിൽ ടച്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു കണ്ടീഷനൊക്കെ ഉണ്ടെന്ന് കരുതി ഒരു വേൾഡിനെ നമുക്ക് ഫിസിക്കൽ വേൾഡ് എന്ന് പറയാൻ പറ്റില്ല. ഫിസിക്കൽ വേൾഡ് എന്ന് പറഞ്ഞാൽ അത് നാച്ചുറലി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വേൾഡ് ആയിരിക്കണം. നോൺ നാച്ചുറൽ ആയിട്ടുള്ള വേൾഡാണ് വെർച്വൽ വേൾഡ് എന്ന് പറയുന്നത്. ഒരു വേൾഡ് നാച്ചുറലി എക്സിസ്റ്റിംഗ് ആണോ എന്നെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? ഒരു വേൾഡ് നാച്ചുറലി എക്സിസ്റ്റിംഗ് ആണ് എങ്കിൽ അത് മനുഷ്യൻ്റെ ഇടപെടൽ ഇല്ലാതെയും ആ വേൾഡ് കണ്ടിന്യൂ ചെയ്യും. ആ വേൾഡ് കണ്ടിന്യൂ ചെയ്യാൻ മറ്റു യാതൊരു തരത്തിലുള്ള സംവിധാനങ്ങളുടെ ആവശ്യമില്ല, അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അത്തരത്തിലുള്ള വേൾഡാണ് നാച്ചുറൽ വേൾഡ് അല്ലെങ്കിൽ നാച്ചുറലി എക്സിസ്റ്റിംഗ് വേൾഡ് എന്ന് പറയുന്നത്. എന്നാൽ വെർച്വൽ വേൾഡ് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് വേണ്ടത്? നോൺ നാച്ചുറൽ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ വേൾഡ് കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ മനുഷ്യൻ്റെ ഇടപെടൽ വേണം. കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ ലൈറ്റ് സിഗ്നൽസിൻ്റെയൊക്കെ ഹെൽപ്പോട് കൂടിയിട്ടാണ് അത്തരം വേൾഡ് കണ്ടിന്യൂ ചെയ്യുള്ളൂ. അത്തരം വേൾഡിന് നമ്മൾ വെർച്വൽ വേൾഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ നാച്ചുറലി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വേൾഡിനെയാണ് ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്നത്. ഫിസിക്കൽ വേൾഡ് മീൻസ് നാച്ചുറൽ വേൾഡ് അറൗണ്ട് us that we can see, observe, measure and touch. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ഫസ്റ്റ് വരുന്ന ടോപ്പിക്കാണ് വാട്ട് ഈസ് ഫിസിക്സ്. അതിൻ്റെ താഴെ നമുക്ക് മറ്റൊരു ടോപ്പിക്ക് വരുന്നുണ്ട്, സയൻസ് ആൻഡ് സയൻറ്റിഫിക് മെത്തേഡ്. അപ്പോൾ നമുക്ക് ആദ്യം സയൻസ് എന്താണെന്നൊന്ന് നോക്കിയ ശേഷം അതിനുശേഷം ഫിസിക്സിൻ്റെ അപ്രോച്ചും ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ബാക്കി പോർഷനിലേക്ക് പോകാം. അപ്പോൾ ആദ്യം സയൻസ് എന്താണെന്ന് നോക്കാം. സയൻസ് ഈസ് എക്സ്പ്ലോറിങ്, എക്സ്പെരിമെൻറ്റിംഗ് ആൻഡ് പ്രിഡിക്റ്റിംഗ് ഫ്രം വാട്ട് വി സീ അറൗണ്ട് us. അതായത് നമുക്ക് ചുറ്റും നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ കാണുന്നുണ്ടോ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന, എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന, പ്രിഡിക്റ്റ് ചെയ്യുന്ന ഒന്നാകുന്നു സയൻസ് എന്ന് പറയുന്നത്. നമുക്ക് ചുറ്റും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട് അല്ലേ? നാച്ചുറലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട്, ഒബ്സർവ് ചെയ്യുന്നുണ്ട്, സീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഭൗതിക ലോകത്ത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെയൊക്കെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ്പ്ലോർ ചെയ്യുന്ന, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്ന, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന, അതായത് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പരീക്ഷണങ്ങൾ നടത്തുന്ന, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പ്രിഡിക്റ്റ് ചെയ്യുന്ന, അതായത് അതിൻ്റെ റിസൾട്ടുകളെക്കുറിച്ച് പ്രവചിക്കുന്ന ഒന്നാകുന്നു സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചുറ്റും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം എക്സ്പ്ലോർ ചെയ്യുന്ന, എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന, പ്രിഡിക്റ്റ് ചെയ്യുന്ന ഒന്നാകുന്നു സയൻസ് എന്നത്. മനസ്സിലായില്ലേ? ഇറ്റ് ഈസ് ബേസിക്കലി എ സിസ്റ്റമാറ്റിക് അറ്റംപ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് നാച്ചുറൽ ഫിനോമിന. അപ്പോൾ സയൻസ് എന്ന് വെച്ചാൽ എന്താണ്? സയൻസ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ബേസിക്കലി എ സിസ്റ്റമാറ്റിക് അറ്റംപ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് നാച്ചുറൽ ഫിനോമിന. നാച്ചുറൽ ഫിനോമിന അവയെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാറ്റിക് അറ്റംപ്റ്റ് ആകുന്നു സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നാച്ചുറൽ ഫിനോമിനാസിനെ, പ്രകൃതി പ്രതിഭാസങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് ഓർ അറ്റംപ്റ്റ് ആകുന്നു സയൻസ് എന്നത്. സിമ്പിൾ. അപ്പോൾ സയൻസിൽ എക്സ്പ്ലോറിംഗ് ഉണ്ട്, സയൻസിൽ എക്സ്പെരിമെൻറ്റിംഗ് ഉണ്ട്, സയൻസിൽ പ്രിഡിക്റ്റിംഗ് ഉണ്ട്. സയൻസ് എന്ന് പറയുന്നത് നാച്ചുറൽ അപ്രോച്ച് ടു അണ്ടർസ്റ്റാൻഡ് നാച്ചുറൽ ഫിനോമിന എന്നുള്ളതാണ്. സയൻസ് എന്ന് വെച്ചാൽ എന്താണ്? സിസ്റ്റമാറ്റിക് അറ്റംപ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് നാച്ചുറൽ ഫിനോമിന എന്നുള്ളതാണ്. ഡൗട്ടൊന്നുമില്ലല്ലോ. അടുത്തത് ഫിസിക്സ്. ഫിസിക്സ് എന്ന് വെച്ചാൽ എന്താണ്? ഫിസിക്സ് എന്ന് വെച്ചാൽ നമുക്ക് ഫിസിക്സ് എന്താണെന്നൊക്കെ പറയാം. അതിന് മുമ്പായിട്ട് ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ രണ്ട് തരത്തിലുള്ള അപ്രോച്ചസ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ യൂണിഫിക്കേഷൻ, സെക്കൻഡ് ഈസ് റിഡക്ഷൻ. ഫിസിക്സ് എന്ന സബ്ജക്റ്റിൽ 2 ടൈപ്സ് ഓഫ് അപ്രോച്ചാണ് ഉള്ളത്, റിഡക്ഷൻ ആൻഡ് യൂണിഫിക്കേഷൻ. അതെന്താണെന്ന് പറയാം. അതായത് നമ്മൾ ഈ നേച്ചറിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടല്ലോ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, സീൻ ചെയ്യുന്നുണ്ട് അല്ലേ, ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾക്കൊക്കെ പിന്നീടുള്ള റീസൺസ്, ഹൗ, വാട്ട്, വൈ, ഹൗ മച്ച്, ഹൗ ലോങ്, ഇങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ മനസ്സിൽ വരും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആൻസേഴ്സിലേക്ക് എത്താനായിട്ട് നമ്മൾ ഫിസിക്സിൽ യൂസ് ചെയ്യുന്നത് രണ്ട് തരത്തിലുള്ള സമീപനങ്ങളാണ്, രണ്ട് തരത്തിലുള്ള അപ്രോച്ചസിലൂടെയാണ് ഫിസിക്സിൽ നമ്മൾ നേച്ചറിൽ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചുള്ള ആൻസേഴ്സിലേക്ക് ഫിസിക്സ് എത്തുന്നത് രണ്ട് തരത്തിലുള്ള അപ്രോച്ചസിലൂടെയാണ്. ഫസ്റ്റ് വൺ യൂണിഫിക്കേഷൻ, സെക്കൻഡ് ഈസ്
റിഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഫിസിക്സ് ചെയ്യുന്ന ഒരു മെത്തഡാണ് യൂണിഫിക്കേഷൻ. യൂണിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒരു സെർട്ടൺ ഓർഡർ ചെയ്തിട്ട് ഇതിനെ ഒരു ജനറൽ കോൺസെപ്റ്റിൻ്റെയോ ലോയുടെയോ ബേസിൽ ഇതിനെ ഡിഫൈൻ ചെയ്യും. ഇതാണ് യൂണിഫിക്കേഷൻ. ഇപ്പോൾ നമ്മൾ നേച്ചറിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ടിംഗ്ലിംഗ് ഓഫ് സ്റ്റാർസ് നമ്മൾ നേച്ചറിൽ ഒബ്സർവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ അപ്പാരൻറ്റ് പൊസിഷൻ ഓഫ് ദി സൺ അറ്റ് സൺറൈസ് ആൻഡ് സൺസെറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അപ്പാരൻറ്റ് ഡെപ്ത്ത്, ഇതൊക്കെ നമ്മൾ നേച്ചറിൽ ഒബ്സർവ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളിൽപ്പെട്ടൊരു 3 കാര്യമാണ്. അപ്പോൾ ഇതിനെ നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ലോയുടെ ബേസിൽ ഇതിനെ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് യൂണിഫിക്കേഷനിൽ വരുന്നത്. അല്ലെങ്കിൽ നമ്മുടെ നേച്ചറിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന മറ്റു കാര്യങ്ങളാണ് ബ്ലൂ കളർ ഓഫ് സ്കൈ, വൈറ്റ്നസ് ഓഫ് ക്ലൗഡ്, കളേഴ്സ് ഓഫ് സൺസെറ്റ് ഓർ സൺറൈസ്, ഇതൊക്കെ. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്കാറ്ററിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൻ്റെ ബേസിൽ ഇതിനെ ഡിഫൈൻ ചെയ്ത് പോകുന്നതാണ് യൂണിഫിക്കേഷൻ. അപ്പോൾ നമ്മൾ ഈ നേച്ചറിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളെയൊക്കെ നമ്മളൊരു സെർട്ടൺ കോൺസെപ്റ്റിൻ്റെ, ഒരു ജനറൽ കോൺസെപ്റ്റിൻ്റെ അല്ലെങ്കിൽ ലോയുടെ ബേസിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുക എന്നുള്ളതാണ് യൂണിഫിക്കേഷനിൽ വരുന്നത്. പിന്നെ ഒരു കാര്യത്തെക്കുറിച്ച് സ്റ്റഡി ചെയ്യാൻ വേണ്ടി ഫിസിക്സ് യൂസ് ചെയ്യുന്ന മറ്റൊരു അപ്രോച്ചാണ് റിഡക്ഷൻ. റിഡക്ഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു കാര്യത്തിൻ്റെ മൈക്രോസ്കോപ്പിക് ലെവലിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിൻ്റെ അറ്റോമിക് മോളിക്കുലാർ ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ അറ്റോമിക് മോളിക്കുലാർ എനർജി, മൊമെൻറ്റം, ഫോഴ്സ്, റിലേഷൻഷിപ്പൊക്കെ വെച്ചിട്ട് ആ കാര്യത്തെ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് റിഡക്ഷനിൽ വരുന്നത്. റിഡക്ഷനിൽ വരുന്നത് നമ്മളൊരു കാര്യത്തെ ഒബ്സർവ് ചെയ്യുന്നു, അതിൻ്റെ ഒരു സൊല്യൂഷനിലേക്ക് എത്താനായിട്ട് ഫിസിക്സ് എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഒരു മൈക്രോസ്കോപ്പിക് ലെവലിലേക്ക് ഇറങ്ങിച്ചെല്ലും, മോളിക്കുലാർ ലെവലിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിനെക്കുറിച്ച് പഠിച്ച് അതിൻ്റെ ആൻസേഴ്സ് റിസൾട്ടിലേക്ക് എത്തിച്ചേരുന്ന ഒരു പ്രോസസ്സാണ് റിഡക്ഷനിൽ വരുന്നത്. അപ്പോൾ ഫിസിക്സിൽ യൂണിഫിക്കേഷനും റിഡക്ഷനും ആണുള്ളത്. ഇത് രണ്ടിൻ്റെ കോമ്പിനേഷനിൽ നിന്നുകൊണ്ടോ അല്ലെങ്കിൽ യൂണിഫിക്കേഷൻ തിയറിയിൽ മാത്രം നിന്നുകൊണ്ടോ നമ്മൾ ഫിസിക്സിൽ ഓരോ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാറുണ്ട്. ഇപ്പോൾ റിഡക്ഷനിലേക്ക് വരുമ്പോൾ അവിടെ ലോ ഉണ്ടാകും, അവിടെ മൈക്രോസ്കോപ്പിക് ലെവലുള്ള അപ്രോച്ചും ഉണ്ടാകും. അത് റിഡക്ഷൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. യൂണിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു ജനറൽ ലോയുടെ ബേസിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്, ജനറൽ കോൺസെപ്റ്റിൻ്റെ ബേസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് യൂണിഫിക്കേഷൻ. ഇപ്പോൾ യൂണിഫിക്കേഷൻ എക്സാമ്പിളായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ ആൻ ഒബ്ജക്റ്റ് ഫോൾ ടു ദ ഗ്രൗണ്ട്, അല്ലെങ്കിൽ ടൈഡ്സ്, അല്ലെങ്കിൽ നമ്മൾ വേറൊരു കാര്യം ഒബ്സർവ് ചെയ്യുകയാണ് ഈ പറയുന്ന പോലെ റവല്യൂഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് മൂൺ, ഇങ്ങനത്തെയൊക്കെ എക്സാമ്പിൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്രാവിറ്റിയുടെ ബേസിൽ ഇതിനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇത് യൂണിഫിക്കേഷനിൽ വരുന്നതാണ്. എന്നാൽ റിഡക്ഷൻ എന്ന് പറയുമ്പോൾ തെർമോഡൈനാമിക്സിൽ വരുന്ന കുറേ കോൺസെപ്റ്റ് ഉണ്ട്, അറ്റോമിക് ഫിസിക്സിൽ വരുന്ന കുറേ കോൺസെപ്റ്റ് ഉണ്ട്, ന്യൂക്ലിയർ ഫിസിക്സ്, പാർട്ടിക്കിൾ ഫിസിക്സിലൊക്കെ വരുന്നത്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് ആ ഒരു കോംപ്ലക്സ് ഐഡിയയുടെ ഇന്നർ ലെവലിലേക്ക്, മൈക്രോസ്കോപ്പിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിൻ്റെ മോളിക്കുലാർ അറ്റോമിക് ബേസിൽ നമ്മൾ സ്റ്റഡി ചെയ്തിട്ടാണ് അതിലോരോ കാര്യങ്ങൾ നമ്മൾ ഡിഫൈൻ ചെയ്തു പോകുന്നത്. ഇതാണ് ഫിസിക്സിൻ്റെ റിഡക്ഷൻ അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ നേച്ചറിൽ കാണുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, എക്സ്പീരിയൻസിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 2 രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. ഒന്ന് യൂണിഫിക്കേഷനും ഒന്ന് റിഡക്ഷനും. യൂണിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിനൊരു ജനറൽ കോൺസെപ്റ്റിൻ്റെ അല്ലെങ്കിൽ ലോയുടെ ബേസിൽ ആ കാര്യങ്ങളെ ഡിഫൈൻ ചെയ്ത് പോകുന്നതാണ് യൂണിഫിക്കേഷൻ. ഇപ്പോൾ ഗ്രാവിറ്റേഷൻ ലോ നമ്മൾ യൂസ് ചെയ്യുന്നത് യൂണിഫിക്കേഷൻ്റെ ഒരു ഭാഗമാണ്. അല്ലെങ്കിൽ ലോ ഓഫ് റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, സ്കാറ്ററിങ്, അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് യൂണിഫിക്കേഷൻ്റെ ഭാഗമാണ്. അല്ലെങ്കിൽ ബെർണോളിസ് പ്രിൻസിപ്പിൾ, അത് യൂണിഫിക്കേഷൻ്റെ ഒരു പാർട്ടാണ്. ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ യൂണിഫിക്കേഷൻ്റെ ഭാഗമാണ്. എന്നാലും ഒരു കാര്യത്തെക്കുറിച്ച് സ്റ്റഡി ചെയ്യാൻ വേണ്ടി അതിൻ്റെ മൈക്രോസ്കോപ്പിക് ലെവലിലേക്ക് ഇറങ്ങിച്ചെന്നു, അറ്റോമിക് ലെവലിലേക്ക് ഇറങ്ങിച്ചെന്നതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്ത് നമ്മൾ ആൻസറിലേക്ക് എത്തുന്നതാണ് റിഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റിഡക്ഷനും യൂണിഫിക്കേഷനും ഈ 2 പ്രോസസ്സുകളിലൂടെയാണ്, ഈ 2 അപ്രോച്ചസിലൂടെയാണ് ഫിസിക്സിൽ ഒരേ കാര്യങ്ങളെക്കുറിച്ച് സ്റ്റഡി ചെയ്യുന്നതും അതിൻ്റെ സൊല്യൂഷനിലേക്ക് എത്തിച്ചേരുന്നതും. അപ്പോൾ ഫിസിക്സിൻ്റെ 2 അപ്രോച്ചാണ് യൂണിഫിക്കേഷനും റിഡക്ഷനും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സിമ്പിളാണ് അല്ലേ? യൂണിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേച്ചറിൽ കാണുന്ന ഒരു ഫിനോമിന, അപ്പോൾ അതിൻ്റെ ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു ജനറൽ കോൺസെപ്റ്റിൻ്റെയോ ലോയുടെ ബേസിൽ നമ്മൾ അതിൻ്റെ ആൻസർ ഡിഫൈൻ ചെയ്യുന്നു. അതാണ് യൂണിഫിക്കേഷൻ. ഇതുപോലെ നമ്മൾ നേച്ചുറൽ കാര്യം ഒബ്സർവ് ചെയ്യുന്നു, അതിൻ്റെ സൊല്യൂഷനിലേക്ക് എത്താൻ വേണ്ടി അതിനെ മൈക്രോസ്കോപ്പിക് ലെവലിലേക്ക് ഇറങ്ങിച്ചെന്നതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്ത് അതിനെക്കുറിച്ചുള്ള സൊല്യൂഷനിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ടിലേക്ക് നമ്മൾ എത്തുന്നു. അതാണ് റിഡക്ഷൻ. ഈ 2 പ്രോസസ്സിലൂടെയാണ് ഫിസിക്സിലെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, താങ്ക് യു.